അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ സെക്ഷനാണ്. പ്രൊഡക്ഷൻ ടെക്നോളജിയുടെ ടോപ്പിക്സാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ടോപ്പിക്സിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വരുന്നത് വെച്ചാൽ മാനുഫാക്ചറിങ് ടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. സോ അത് ജനറലി വരുന്നതാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കീഴിലാണ് അത് ജനറലി വരിക. അപ്പോൾ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരും എന്നുള്ളതാണ് വസ്തുത. അപ്പം എക്സാമിൽ കൂടുതലായിട്ട് പല എക്സാമിനും പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെയൊക്കെ കോർ സബ്ജക്ട്സൊക്കെ വരുന്ന സമയങ്ങളിൽ അതിൻ്റെ മെയിൻ ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്യുന്ന എക്സാമുകളാണെങ്കിൽ കൂടി ഏകദേശം നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസും വരുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ പോർഷനാണ് ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ടെക്നോളജി. അപ്പോൾ അത് നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എടുക്കുകയാണെങ്കിൽ ബേസിക്കലി മെറ്റീരിയൽസ് ഒക്കെ, അതായത് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെ തൊട്ട് തുടങ്ങിയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് അവിടെ തൊട്ടാണ് ഈ ആക്ച്വലി മാനുഫാക്ചറിങ് എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ മെറ്റീരിയലിൻ്റെ എക്സ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അത് ഏതൊക്കെ രീതിയിലുള്ള ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, അതിൻ്റെ യൂസസ് ഒക്കെ, ഹ്യൂട്ട് ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിലുണ്ട് പഠിക്കുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റുള്ള മെറ്റീരിയൽസ്, അത് കഴിഞ്ഞിട്ട് ഈ മെറ്റീരിയൽസിൽ നിന്ന് വെച്ചുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ്, ഏതൊക്കെ രീതിയിൽ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഓരോ കമ്പൗണ്ട്സ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. അതുപോലെ തന്നെ മെഷീനിങ് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീനിങ് ഓപ്പറേഷൻസ്, ഈ നമ്മുടെ മെറ്റാലിക് കമ്പോണൻസ് അല്ലെങ്കിൽ മെറ്റൽ വർക്ക് പീസസിൽ നിന്ന് നമുക്ക് റിക്വയർഡ് സൈസിലും അല്ലെങ്കിൽ റിക്വയർഡ് എമൗണ്ടിലും എങ്ങനെ കമ്പോണൻസ് മെഷീൻ ചെയ്തെടുക്കാം, അതിനുള്ള മെഷീനിങ് എക്യുപ്മെൻറ്റ്സ്, മെഷീനിങ് ഓപ്പറേഷൻസ്, അതിനുള്ള ടൂൾസ്, ദാറ്റ് മീൻസ് കട്ടിങ് ടൂൾസ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരു സൈഡ്. പിന്നെ ഫൈനലി വരുന്ന ദാറ്റ് ഈസ് ഈ പ്രൊഡക്ഷൻ ടെക്നോളജീസ്, അതിനായിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ടെക്നിക്സ്, പിന്നെ CNC അങ്ങനത്തെ കഴിഞ്ഞ് അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ആ ടോപ്പിക്സ് പോകുന്നത്. പിന്നെ ഇൻസ്പെക്ഷൻ, അത് വരും മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷനിൽ, മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരും മറ്റു കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ലെങ്തി ടോപ്പിക്സാണ് ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഇതിൽ അണ്ടറിൽ വരിക. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ടോപ്പിക്സ് മാത്രം എക്സാമിന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, അപ്പം അതാണ് ഈ ഓവറോൾ ഒരു വ്യൂവിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ വരിക. അപ്പോൾ യൂഷ്വലി പല യൂണിവേഴ്സിറ്റിക്കാരും ചില മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ് ടെക്നോളജി 1 and 2 അപ്പോൾ ആ ഒക്കെ രീതിയിലേക്ക് പഠിച്ചിരിക്കുക ഈ ഒരു സെക്ഷൻ. അപ്പോൾ നമ്മുടെ സിലബസിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ബേസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പറയുന്നത് പ്രൊഡക്ഷനിലെ മെറ്റൽ കട്ടിങ് സെക്ഷനാണ്. മെറ്റൽ കട്ടിങ് സെക്ഷനിൽ ഏതൊക്കെ രീതിയിലുള്ള മെറ്റൽ ഓപ്പറേഷൻ, മെറ്റൽ വർക്കിംഗ് ഓപ്പറേഷൻസ്, മെറ്റൽ വർക്കിംഗ് എക്സ്പെഷ്യലി പറഞ്ഞത് മെഷീനിങ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ മെറ്റൽ വർക്കിംഗ് അല്ലാതെ പറഞ്ഞത് ഹോട്ട് വർക്കിംഗ്, കോൾഡ് വർക്കിംഗ്, അതൊക്കെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ വരുന്നതെങ്കിൽ കൂടി നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ മെറ്റൽ കട്ടിങ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതാണ് സിലബസിൽ കൂടുതലും കവറപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് മെറ്റൽ കട്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെറ്റൽ കട്ടിങ് തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ഡേറ്റാസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കമ്പൽസറി അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ഈസ് എ മെറ്റൽ കട്ടിങ്. എന്താണ് മെറ്റൽ കട്ടിങ്? മെറ്റൽ കട്ടിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദ മെറ്റീരിയൽ ഫ്രം ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ്. ഓക്കെ, നമ്മുടെ റിക്വയർമെൻറ്റായിട്ട് അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു കമ്പോണൻറ്റിൽ നമുക്ക് റിക്വയർഡ് സൈസിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കണം. സോ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പോണൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ടൊരു സാധനം വേണം, ദാറ്റ് ഈസ് നോൺ ആസ് വർക്ക് പീസ്. ഈ വർക്ക് പീസിലാണ് നമുക്ക് ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ. നമ്മൾ ഈ വർക്ക് പീസ് ചെയ്തിട്ട് അതിനനുയോജ്യമായ പ്രോസസ്സിങ് അത് നടത്തിയിട്ടാണ് നമുക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് എന്ത് കിട്ടുക, ഒരു പ്രോഡക്റ്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അനാവശ്യമായിട്ടുള്ള എക്സസ് മെറ്റൽ ആ ഒരു വർക്ക് പീസ്, ഇപ്പോൾ നമ്മൾ മെഷീനിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റൽ കട്ടിങ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പേര് തന്നെയുള്ള മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. അതായത് മറ്റ് മെറ്റീരിയൽസും പ്രോസസ്സിങ് മെറ്റൽ കട്ടിങ് ചെയ്യാം, അല്ലാതെ കട്ടിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം ഇന്ന് യൂസ് ചെയ്യാം എങ്കിൽ കൂടി നമ്മളിതിൽ പറയുന്നത് ഏതാ, മെറ്റലാണ്, അല്ലെങ്കിൽ മെറ്റലിൻ്റെ കട്ടിങ് പ്രോസസ്സാണ്, മെഷീനിങ് ഓപ്പറേഷൻസ് ആണ്. അതുപോലെ പലതും അങ്ങനെ കട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ള കട്ടിങ് ടൂളും മറ്റ് എക്യുപ്മെൻറ്റ്സും ഒക്കെ സെറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജനറലി ഡീൽസ് വിത്ത് ദ മെറ്റൽ കട്ടിങ് ഓപ്പറേഷൻസ് വിച്ച് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് സർഫസ്. അപ്പോൾ നമ്മൾ ഈ മെറ്റൽ പ്രോസസ്സിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെ മെറ്റൽസാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതിനെ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആ മെറ്റൽസിലെ പല കമ്പോണൻസ്, ഇപ്പോൾ നമുക്ക്
മെത്തേഡ്സ് ഇപ്പോൾ നമ്മൾ ബേസിക് വർക്ക്ഷോപ്പിലൊക്കെയാണ് നമ്മൾ ലേത്തിലൊരു പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യുക. സോ നമ്മൾ യൂഷ്വലി ചിലപ്പോൾ കാസ്റ്റേൺ ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റീലായിരിക്കാം. ഇതൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇത്തരത്തിലുള്ള മെഷീനിങ് ഓപ്പറേഷൻസിന്. അപ്പോൾ അത്തരത്തിലുള്ള വർക്ക് പീസിൽ നിന്ന് നമുക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യണം, മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറയുന്ന പേരാണ് മെറ്റൽ കട്ടിങ്. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കട്ടിങ് ടൂൾ വേണം. ഓക്കെ, ഇപ്പോൾ മെറ്റൽ ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റീൽ ഒരു വർക്ക് പീസിൽ നിന്ന് മെറ്റലിനെ അതുപോലെ എന്ത് ചെയ്യണം, മെഷീൻ ചെയ്ത് കളയണമെങ്കിൽ അത്രത്തോളം ഹാർഡിനെസ് മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് പീസ് വെച്ചല്ല അതിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിലോട്ട് പോകും, കട്ടിങ് ടൂളിലോട്ട് പോകും. ഓക്കെ, കട്ടിങ് ടൂൾ എന്താണ്, അതിനെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽസ്, അതിനുണ്ടാകുന്ന മറ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ കൂളിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കട്ടിങ് ടൂളിലോട്ട് പോകും. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ ഇത് കട്ട് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടൈപ്സ് ഓഫ് മെറ്റൽ കട്ടിങ്, അതിൽ മെത്തേഡ്സ് ഓഫ് മെറ്റൽ കട്ടിങ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മെഷീൻ പ്രോസസ്സിൽ റിമൂവൽ ഓഫ് എന്താണ്, ബേസിക്കലി ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ്, ദാറ്റ് ഈസ് നോൺ ആസ് മെറ്റൽ കട്ടിങ് ഓർ മെഷീനിങ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടിങ് ടൂൾ നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിങ് ടൂൾ അനുസരിച്ച് ഏത് കട്ടിങ് ടൂളാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. കട്ടിങ് ടൂൾ പർപ്പസ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് ബേസിക്കലി യൂസ് ടു റിമൂവ് ദ വർക്ക് പീസ് മെറ്റീരിയൽ. അതൊക്കെ വർക്ക് പീസിൽ നിന്ന് നമുക്ക് എന്താ അൺനെസസറി ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത്, എന്ത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്, അതിനെ പറഞ്ഞ പേരാണ് കട്ടിങ് ടൂൾ. അത് ബേസിക്കലി രണ്ട് ടൈപ്പാണുള്ളത്. നമ്മൾ യൂഷ്വലി ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് എ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ ആൻഡ് സെക്കൻഡ് ഈസ് എ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. സിംഗിൾ പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താണ് ഈ പോയിന്റ്, കട്ട് ചെയ്യാനായിട്ട് ഒരു കട്ടിങ് എഡ്ജ്, ഒരു കട്ടിങ് പോയിന്റ് ടൂളിൽ കമ്പൽസറി ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, കട്ടിങ് പോയിന്റ്. അപ്പോൾ സിംഗിൾ പോയിന്റ് ഉണ്ട്, മൾട്ടി പോയിന്റ് ഉണ്ട്. അപ്പോൾ സിംഗിൾ പോയിന്റിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്തായിരിക്കണം, ഒരു സിംഗിൾ കട്ടിങ് പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കട്ടിങ് എഡ്ജ് ആയിരിക്കണം. അതിന് എന്ത് വേണ്ടിയിരുന്നത്, അതിന് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതിനെ പറഞ്ഞ പേരാണ് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ. ഇനി മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ എന്തായിരിക്കും, അതിൽ ഒന്നോ അതിൽ കൂടുതലോ കുറേ കട്ടിങ് എഡ്ജ് അല്ലെങ്കിൽ കട്ടിങ് പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് അതിൻ്റെ വേരിയേഷൻസ് വരിക, സിംഗിൾ പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ നമ്മൾ ജനറലി പറയുന്നത് ലെയ്ത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിങ് ടൂൾ എന്തായാലും ബേസിക്കലി സിംഗിൾ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ഒരു കട്ടിങ് ടൂൾ ഞാൻ സിമ്പിളായിട്ട് വരച്ചേക്കും. ഓക്കെ, റഫ് ഒരു ഇതാണ്. അപ്പോൾ ഇതൊരു സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളാണ്. അപ്പോൾ നമ്മൾ ലേത്തിലൊക്കെ ടൂൾ പോസ്റ്റിലൊക്കെ ഇങ്ങനെ ബോട്ടൊക്കെ ഇട്ട് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി വെക്കുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഇതിന് ഒരു കട്ടിങ് എഡ്ജ് ഉണ്ടോ, ഇവിടെയാണ് കട്ടിങ്. അപ്പോൾ ഇതിലാണ് വർക്ക് പീസിൽ ഈ ഷാർപ്പ് എഡ്ജാണ് വർക്ക് പീസിൽ ഇങ്ങനെ മെറ്റൽ എന്ത് ചെയ്യുന്നത്, എക്സസ് മെറ്റലിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ ലേത്തിലെ കട്ടിങ് ടൂളൊക്കെ നമ്മൾ യൂഷ്വലി ഏതാണ് യൂസ് ചെയ്യുന്നത്, സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ. ലേത്ത് ടൂളൊക്കെ ബേസിക്കലി സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പം ബേസിക് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡ് ഈസ് എ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ എന്ത് ചെയ്യാൻ ലാർജ് നമ്പർ ഓഫ് കട്ടിങ് എഡ്ജ് ആണ്. എക്സാമ്പിൾ നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയുന്നത് മില്ലിംഗ് കട്ടർ കണ്ടുണ്ടോ, മില്ലിംഗ് പ്രോസസ്സ്. ഓക്കെ, മില്ലിംഗ് കട്ടർ ദാറ്റ് ഈസ് ബേസിക്കലി എന്താണ്, മില്ലിംഗ് കട്ടർ ഈസ് ബേസിക്കലി ഏത് ടൈപ്പിൽ വരും, മില്ലിംഗ് കട്ടർ ഈസ് ബേസിക്കലി മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ സിംഗിൾ പോയിന്റ് ഞാൻ വരച്ച്, അപ്പോൾ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂളിന് വരുമ്പോൾ എങ്ങനെ ചെയ്യും, ഒരു ഇതുപോലെ വരും. അപ്പോൾ ഇങ്ങനെ കണ്ടോ. ഓക്കെ, ദിസ് ഈസ് എ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. കണ്ടോ, ഇതിന് ഒരുപാട് കട്ടിങ് എഡ്ജസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കട്ടിങ് എഡ്ജ് ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വർക്ക് പീസ് മെറ്റീരിയൽ എന്ത് ചെയ്യും, ഇങ്ങനെ ചീകി അല്ലെങ്കിൽ ചെത്തി കളയും, റിമൂവ്. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. അപ്പോൾ ഏതുണ്ട്, സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളും ഉണ്ട്, സെക്കൻഡ് ഈസ് എ മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓവറോൾ കട്ടിങ് പ്രോസസ് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ലേത്തിലോട്ട് കയറുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലേത്തിൽ കയറി കഴിഞ്ഞാൽ അത് ഒരുപാട് ബേസിക് ഫാക്ട്സ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ മെറ്റൽ കട്ടിങ്ങിന് ബേസിക്സ് പറഞ്ഞിട്ട് നമ്മൾ നേരെ ലേത്ത് ഓപ്പറേഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കട്ടിങ് ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞത്. ടൈപ്സ് ഓഫ് കട്ടിങ്, ദാറ്റ് ഈസ് എ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. ഈ രണ്ടിലാണ് നമ്മൾ കട്ടിങ് ടൂൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കട്ടിങ് ടൂൾ മെറ്റീരിയൽസിന് കട്ടിങ് ടൂളിൻ്റെ ആക്ഷൻ അനുസരിച്ച്. ഓക്കെ, കട്ടിങ് ടൂൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഇനിയിപ്പം വരുന്ന മുറയ്ക്ക് അതൊക്കെ പറഞ്ഞു തരും, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞോളൂ, സിംഗിൾ പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിങ് ടൂൾ. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മെഷീൻ പ്രോസസ്സ് നടത്താം, ബേസിക്കലി എങ്ങനെ നടത്താം, രണ്ട് മെത്തേഡ്സാണ് യൂസ്വലി ഉള്ളത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കട്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കട്ടിങ് മെത്തേഡ്സ് ബേസിക്കലി രണ്ട് ടൈപ്പ് കട്ടിങ് ആണ് നമ്മൾ ഈ ലേത്തിലും മറ്റുള്ള ജനറൽ മെഷീനിങ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുക. ടു ടൈപ്സ്. ഫസ്റ്റ് ഈസ് എന്താണ്, ഓർത്തോഗോണൽ കട്ടിങ് ആൻഡ് സെക്കൻഡ് ഈസ് എ ഒബ്ലിക് കട്ടിങ്. ഓർത്തോഗോണൽ കട്ടിങ് ആൻഡ്
ഒബ്ലിക് കട്ടിങ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഓർത്തോഗണൽ ആൻഡ് ഒബ്ലിക് കട്ടിങ് എന്ന് വെച്ചാൽ ഈ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് ഫേസ് വർക്ക് പീസുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എങ്ങനെയാണ് വർക്ക് പീസുമായിട്ട് ഒരു ആംഗിൾ ഓഫ് ഇംഗ്ലീഷ് കോൺടാക്ട് വരിക അതിനെ അനുസരിച്ച് വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മെത്തേഡ്സിൽ വേരിയേഷൻ വരുന്നത്. പേര് ചുമ്മാ ഓർത്തോഗണൽ കട്ടിങ്ങും ആൻഡ് സെക്കൻഡ് ഈസ് എ ഒബ്ലിക് കട്ടിങ്. അപ്പോൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ അല്ലെങ്കിൽ കട്ടിംഗ് ടൂള് അതിൻ്റെ വർക്കിംഗ് ഫേസ് ഓക്കെ കട്ടിംഗ് ടൂളിൻ്റെ ഫേസ് നമ്മൾ വർക്ക് പീസുമായിട്ട് ഉണ്ടാക്കി മെഷീനിങ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ അതിന് വേരിയേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത് ഓർത്തോഗണൽ ആൻഡ് ഒബ്ലിക് കട്ടിംഗ് എന്നുള്ള ഈ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടിടത്തായിട്ട്. ഫസ്റ്റ് ഈസ് ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് സെക്കൻഡ് ഈസ് എ ഒബ്ലിക് കട്ടിംഗ്. ഫസ്റ്റ് നോക്കേ, അപ്പോൾ ഇവിടെ ഇതിലാണ് വർക്ക് പീസാണ് ഓക്കെ. ഈ വർക്ക് പീസ് ഇത്രയാണ് ഇനിഷ്യൽ പോർഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയും മെഷീൻ ചെയ്ത് കളഞ്ഞപ്പോഴാണ് ഡാമേജ് കുറഞ്ഞ് കണ്ടോ. ഇതൊരു പർട്ടിക്കുലർ ഡയമീറ്റർ ഡി ആണെന്ന് വിചാരിക്കും, ഇത് ക്യാപിറ്റൽ ഡി ഓക്കെ ഡി. അപ്പോൾ എന്ത് ഇവിടുത്തെ ഡയമീറ്റർ എന്തായി സ്മാൾ ലെറ്റർ ഡി. അപ്പം ഈ ആക്ച്വൽ ഡയമീറ്റർ ഡിന്ന് സ്മാൾ ലെറ്റർ ഡിയിലായിട്ട് മാറാൻ കാരണം അവിടെ ഒരു പർട്ടിക്കുലർ കട്ടിംഗ് ഓപ്പറേഷൻ നടത്തി. സോ അതുകൊണ്ട് ഡയമീറ്ററിൻ്റെ സൈസ് എന്ത് ചെയ്ത് ഡിന്ന് കുറഞ്ഞ് സ്മാൾ ലെറ്റർ ഡി ആയിട്ട് മാറി ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടിടത്തും എന്താണ് ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ നടത്തിയിരുന്നത്, കട്ടിംഗ് ടൂൾ പ്രോസസ്സിൽ നമ്മൾ നടത്തിയിരുന്നത്. പക്ഷേ ആ രണ്ട് പൊസിഷനിൽ നമ്മൾ രണ്ട് കട്ടിംഗ് ടൂൾ, ഇവിടെ കട്ടിംഗ് ടൂളുണ്ട് ഇവിടെ കട്ടിംഗ് ടൂളുണ്ട്. നോക്കുക അതിൻ്റെ കട്ടിംഗ് എഡ്ജസ് നോക്കുക, കട്ടിംഗ് എഡ്ജസിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് വിത്ത് വർക്ക് പീസ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് ഫേസ് ഇതാണ് ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്തുവാ ഓർത്തോഗണൽ കട്ടിംഗ് ആണെങ്കിൽ ഓർത്തോഗണൽ കട്ടിംഗ് പ്രോസസ് ആണെങ്കിൽ ദ കട്ടിംഗ് ഫേസ് ഓഫ് ദ ടൂൾ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ വർക്ക് പീസിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റുമായിട്ട് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിംഗ് ഫേസ് ഉണ്ടാക്കുന്ന ആംഗിൾ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് ഫേസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫേസ് ഓഫ് ദി ടൂൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് നോൺ ആസ് ഓർത്തോഗണൽ കട്ടിംഗ് ഓക്കെ. 90 ഡിഗ്രി ഉണ്ടോ ഇറ്റ് ഈസ് ദ ആംഗിൾ ഇൻക്ലൂഡഡ് ബൈ ദ കട്ടിംഗ് ഫേസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ടൂൾ വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് എന്താണ് വിച്ച് ഈസ് 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഓർത്തോഗണൽ കട്ടിംഗ്. ആൻഡ് നെക്സ്റ്റ് ഈസ് എന്താണ് നെക്സ്റ്റ് കേസിൽ if the cutting face of the tool make an angle less than 90 degree with the direction of motion or with the workpiece ഓക്കെ വർക്ക് പീസ് വിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓക്കെ എന്തിന് താഴെയാണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ് ഒബ്ലിക് കട്ടിങ്. അപ്പോൾ ഒബ്ലിക് കട്ടിങ്ങിൽ തീറ്റ ചിലപ്പോൾ 60 ഡിഗ്രിയോ എത്ര സംതിങ് ആവാം ഓക്കെ. അത് വരുന്നതാണ് ഒബ്ലിക് കട്ടിങ് വരുന്നതാണ് ഓക്കെ. ഇത് പക്ക കറക്റ്റ് 90 ഡിഗ്രി വരുന്നതാണ് നമ്മൾ എഴുതി പറഞ്ഞത് ദാറ്റ് ഈസ് നോൺ ആസ് ഓർത്തോഗണൽ കട്ടിങ്. അതാണ് ബേസിക്കലി ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഓർത്തോഗണൽ കട്ടിങ്ങിൽ ഒബ്ലിക് കട്ടിങ് നമ്മൾ രണ്ടായിരം വേരിയേഷൻ പറഞ്ഞ് കട്ടിംഗ് ഫേസ് ഉണ്ടാക്കുന്ന ഇൻക്ലൂഡ് ആംഗിൾ വേരി ചെയ്തിട്ടാണ് 90 ഡിഗ്രി ആണെങ്കിൽ ഓർത്തോഗണൽ കട്ടിംഗ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്ലിക് കട്ടിങ്. അപ്പോൾ ഇത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിന് കട്ടിംഗ് ടൂളിൻ്റെ ഈ ഓർത്തോഗണൽ ഒബ്ലിക് കട്ടിംഗ് ആണെങ്കിൽ കൂടി അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വ്യത്യാസമുണ്ട്. മീൻസ് മറ്റ് പല ഫീച്ചേഴ്സിൽ രണ്ടിലും മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നെങ്കിൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയാണ് ഏറ്റവും എഫിഷ്യൻ്റായ പ്രോസസ്സിംഗ് ആണ് കട്ടിംഗ് ഓപ്പറേഷൻ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഓർത്തോഗണൽ കട്ടിങ്ങിൽ കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് എന്തായിരിക്കും കുറവായിരിക്കും ഓക്കെ. അത് നിങ്ങൾക്ക് ഷാർപ്പ് അടിച്ച് കറക്റ്റ് ആ ഒരു 90 ഡിഗ്രി തന്നെ ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓർത്തോഗണൽ കട്ടിങ്ങിൽ ദ ലൈഫ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ഈസ് ലെസ് കുറവാണ് കമ്പയർ ടു ഒബ്ലിക് കട്ടിങ്ങിൽ. അപ്പോൾ ഒബ്ലിക് കട്ടിങ്ങിലാണ് എന്താണ് ലൈഫ് കൂടുതൽ, ഏതിൻ്റെ കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് കൂടുതൽ എപ്പോഴും എന്താണ് ഒബ്ലിക് കട്ടിങ്ങിലാണ് ഓക്കെ. അപ്പോൾ ഇതിനെ സെക്കൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓർത്തോഗണൽ ഒബ്ലിക് കട്ടിങ്ങിന് മെയിൻ നമുക്ക് വേറെ പേര് 2 ഡയമെൻഷൻ കട്ടിങ് 3 ഡയമെൻഷൻ കട്ടിങ് എന്നും പറയും ഓക്കെ. അത് ഓർത്തോഗണൽ കട്ടിങ്ങിന് വേറെ പേരാണ് 2 ഡയമെൻഷണൽ കട്ടിങ്, അതിന് ഒബ്ലിക് കട്ടിങ്ങിന് പേരാണ് 3 ഡയമെൻഷണൽ കട്ടിങ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ കട്ടിംഗ് ഫോഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന കട്ടിംഗ് ഫോഴ്സ് അതിൻ്റെ കാര്യം നോർമൽ ഫോഴ്സ് റേഡിയൽ ഫോഴ്സ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതിൽ വരും. കട്ടിംഗ് ഫോഴ്സ് മെഷർ ചെയ്യുന്ന ടൂൾ ഡൈനാമോമീറ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതുമായി അനുബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മുടെ സിലബസ് എന്തൊക്കെ കവറപ്പ് ചെയ്യുന്നു അത് മെയിനായിട്ട് നോക്കുക. അപ്പം ഓർത്തോഗണൽ ഒബ്ലിക് കട്ടിംഗ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് കട്ടിംഗ് ഫേസിനെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് വേരിയേഷൻ വരിക. അപ്പോൾ ലൈഫ് കൂടുതലെന്ന് വെച്ചാൽ ഒബ്ലിക് കട്ടിംഗ് ആണ് കമ്പയർ ടു ഓർത്തോഗണൽ കട്ടിംഗ്. ഇനി ചിപ്പ് എന്ന് വെച്ചാൽ എന്തുവാ ഈ ബേസിക്കലി മെഷീനിങ് നടന്നിട്ട് എക്സസ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന വർക്ക് പീസ് മെറ്റീരിയൽ പറയുന്ന പേരാണ് ചിപ്പ്, കട്ടിംഗ് ചിപ്പ്. കേട്ടിട്ടുണ്ടോ? ചിപ്സിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കണ്ടിന്യൂസ് ചിപ്പ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, സെപ്പറേറ്റഡ് ചിപ്സ്, അങ്ങനെ അതുണ്ടാകുന്ന ഓരോ കേസസ് ഏതൊക്കെ മെറ്റീരിയലാണ് ഇന്ന ചിപ്പുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ് ഇവിടെ നമുക്ക് ചിപ്പ് ഫോം ചെയ്യും. ആ ചിപ്പിലെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഓർത്തോഗണൽ കട്ടിങ്ങിലാണെങ്കിൽ ടൈറ്റ് സ്പൈറൽ ചുരുണ്ടിരിക്കുന്ന ടൈപ്സ് ചിപ്സ് ദാറ്റ് ഈസ് എന്താണ് ടൈറ്റ് സ്പൈറൽ ഷേപ്പ്ഡ് ചിപ്സ് ആണ് ഓക്കെ. ചിപ്സ് ഓക്കെ എന്താണ് സ്പൈറൽ ഷേപ്പ്ഡ് ഓക്കെ. സ്പൈറൽ ഷേപ്പ്ഡ് ചിപ്സ് ആണ് ഇതിൽ ഫോം ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഓർത്തോഗണൽ
കട്ടിങ്. ഇങ്ങനെ ചുരുണ്ടിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് സ്പൈറൽ ഷേപ്ഡ് ചിപ്സ് വിച്ച് ഈസ് ഫോംഡ് ഇൻ ദ കേസ് ഓഫ് ഏതാണ് ഓർത്തോഗണൽ കട്ടിങ്. Okay, but in the case of oblique cutting, we get long curly chips. Okay, ഇങ്ങനെ ചുരുണ്ട മുടി പോലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ ദാറ്റ് ഈസ് നോൺ ആസ് ലോങ് കർലി ചിപ്സ്. ഓക്കെ, അപ്പോൾ ലോങ് കർലി ചിപ്സ് കിട്ടുന്ന പ്രോസസ്സ് ഏത് ടൈപ്പ് കട്ടിങ് ഓപ്പറേഷൻ ഇല്ല? ഇൻ ദ കേസ് ഓഫ് ഒബ്ലിക്ക് കട്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒബ്ലിക് മെഷീനിങ് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ ലേത്തിലൊക്കെ ചെയ്തിട്ട് കാണാം. ലേത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ടൈപ്പ് ചിപ്പ് ഉണ്ടാകുന്നത്? ലോങ് കർലി ഓക്കെ ടൈറ്റ് സ്പൈറൽ ഷേപ്പ്, അതായത് നല്ലോണം ചുരുണ്ടിരിക്കുന്ന. അപ്പോൾ ചുരുളിൻ്റെ വ്യത്യാസം മീൻസ് ഇത് ലോങ് കർലി ഷേപ്പാണ്, ഇത് ഒറ്റ ഇതിൽ ടൈറ്റ് സ്പൈറൽ ഷേപ്പാണ്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എന്താണ് ഓർത്തോഗണൽ കട്ടിങ്. അപ്പോൾ ആ ഒരു വേരിയേഷനാണ് ഏത് വരിക? ഈ ടൈപ്പുള്ള കട്ടിങ് ഓപ്പറേഷൻ വരിക. അപ്പോൾ ഓർത്തോഗണലായിട്ട് ഒബ്ലിക് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ എന്ന് വെച്ചാൽ കട്ടിങ് ഫേസ് ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി വിത്ത് ദ വർക്ക് പീസ്. സെക്കൻഡ് ഈസ് ദ ഒബ്ലിക് കട്ടിങ്ങിലാണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും കട്ടിങ് ഫേസ് ഓഫ് ദ വർക്ക് പീസ് വിത്ത് ദ കട്ടിങ് ഫേസ് ഓഫ് ദ ടൂൾ വിത്ത് വർക്ക് പീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകം വെച്ചാൽ ലൈഫ് എപ്പോഴും കൂടുതൽ ഏതിനാണ്? ഒബ്ലിക് കട്ടിങ് പ്രോസസ്സിനാണ്. പിന്നെ ചിപ്പ് ഫോർമേഷൻ ആണെങ്കിൽ ചിപ്പ് എന്ന് എക്സസ് മെറ്റീരിയൽ റിമൂവ് ഫ്രം ദ വർക്ക് പീസ് ദാറ്റ് ഈസ് നോൺ ആസ് ചിപ്സ്. ചിപ്സിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? ഓർത്തോഗണൽ കട്ടിലാണെങ്കിൽ ടൈറ്റ് സ്പൈറൽ നല്ലോണം ചുണ്ടിരിക്കുന്ന സ്പൈറൽ ചിപ്സ് ആയിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഒബ്ലിക് കട്ടിങ് വി ഗെറ്റ് എന്താണ്? ലോങ് കർലി ചിപ്സ് ഡ്യൂറിങ് ദ മെഷീനിങ് പ്രോസസ്സ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഓവറോൾ പഠിക്കുന്ന മെഷീനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ ഇപ്പോൾ മെഷീനിങ് പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലേത്തിലാണ് ലേത്തിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്, മില്ലിംഗ് മെഷീൻസ് ഉണ്ട്, ഡ്രില്ലിങ്ങിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ ഷേപ്പർ ഉണ്ട്, സ്ലോട്ടിംഗ് മെഷീൻ ഉണ്ട്, പ്ലെയിനിങ് മെഷീനിങ് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിലെല്ലാം തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ബൈ ദ റിമൂവൽ ഓഫ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ്. അപ്പോൾ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ കാര്യങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിങ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേത്തിലോ ചെയ്യുന്ന ഓപ്പറേഷൻ ലേത്തിലുള്ള പ്രോസസ്സിങ് ചെയ്യും, മില്ലിങ്ങിന് അങ്ങനത്തെ കാര്യങ്ങൾ. ഗിയർ മാനുഫാക്ചറിങ് നമ്മൾ യൂസ് ചെയ്യുന്ന മില്ലിംഗ് കട്ടറാണ്. ഓക്കെ, മില്ലിംഗ് പ്രോസസ്സാണ്. ഹോൾ ഉണ്ടെങ്കിൽ ഡ്രില്ലിംഗ് പ്രോസസ്സാണ്. പിന്നെ നല്ല സ്ലോട്ടിങ് അങ്ങനത്തെ പല മിഷീനിങ് പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റിക്വയർമെൻറ്റ് അനുസരിച്ചും എത്രമാത്രം മെറ്റീരിയൽ റിമൂവൽ വേണമെന്നതിനൊക്കെ അനുസരിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള പർട്ടിക്കുലർ മെഷീൻസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുക ഫോർ ദ റിമൂവൽ ഓഫ് എന്താണ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഓവറോൾ ഒരു ഔട്ട്ലൈൻ ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ടോപ്പിക് ഓഫ് മെറ്റൽ കട്ട്. അപ്പോൾ അതിൻ്റെ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആണെന്ന് വെച്ചാൽ ഈ കട്ടിൻ്റെ ഉള്ളിൽ ചിപ്സ് മറ്റു കാര്യങ്ങളിലേക്കാണ് നമുക്ക് നെക്സ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പോകും. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ്